ongoing thing. Hello friends and welcome to the first class for the 9th standard students this academic year. 2021-22 വർഷത്തെ എല്ലാ കൂട്ടുകാർക്കും 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് അസ്പയർ ടു വിൻ എന്നാണ്. അപ്പോൾ അസ്പയർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് വൺസ് ഹോപ്സ് ഓർ അംബീഷൻസ് ടുവേർഡ്സ് അച്ചീവിങ് സംതിങ്. എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രതീക്ഷകളെ അതിനുവേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അഭിലാഷം ആഗ്രഹിക്കുക തുടങ്ങിയ അർത്ഥമാണ്. 3 പാഠങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഒരു സ്റ്റോറിയാണ്, നിഷ പഞ്ചാബി എഴുതിയ ദ റേസ് എന്ന് പറയുന്ന ആ ഒരു കഥ. 2 നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി, ആത്മകഥയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ലേണിംഗ് ദ ഗെയിം. 3-മത്തത് ഒരു ചെറിയ സോങ് ആണ്, അത് ബ്രയൻ ആഡംസിൻ്റെ ബാങ് ദ ഡ്രം എന്ന് പറയുന്ന ഒരു സോങ്. ഈ 3 പാഠങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രി ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങളെ ഈ പാഠത്തിലേക്ക് കൊണ്ടുവരുന്ന, അപ്പോൾ ഈ പാഠത്തിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്. അതായത് നമ്മുടെ അഭിലാഷം, ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലെ പല പാഠങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല നിശ്ചയദാർഢ്യവും അതിന് വേണ്ട താല്പര്യവും പരിശ്രമിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആശയം. അപ്പോൾ അതിലേക്കുള്ള ഈ യൂണിറ്റിലേക്ക് കടന്നു വരാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, 2 കളിക്കാരെ ഈ ചിത്രത്തിൽ കാണാം. 2 പേരും 2 ടീമിലെ അംഗങ്ങളാണ്. അവർ 2 പേരും ബോൾ കിട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഡു യു തിങ്ക് ദ പ്ലെയേഴ്സ് ബിലോങ് ടു ദ സെയിം ടീം? ഈ 2 കളിക്കാരും ഒരു ടീമിലെ കളിക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2, ക്യാൻ ദീസ് 2 പ്ലെയേഴ്സ് എലോൺ ബ്രിങ് സക്സസ് ടു ദെയർ ടീം? ഈ 2 കളിക്കാർ മാത്രം വിചാരിച്ചാൽ അവരുടെ ടീമിന് വിജയം നൽകാൻ കഴിയുമോ? 3-മത്തത്, ഹൗ ക്യാൻ ഈച്ച് മെമ്പർ ലീഡ് ഹിസ് ടീം ടു വിക്ടറി? എങ്ങനെയാണ് ഒരു ടീമിലുള്ള ഓരോ വ്യക്തിക്കും ആ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത്? 4-മത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്പോർട്സ് പേഴ്സൺ? അല്ലേ, അപ്പോൾ ഒരു നല്ല സ്പോർട്സുകാരനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ 1-മത്തെ ചോദ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, 2 പേരും ഒരു ടീമിൽപ്പെട്ട ആളുകളല്ല. അവരുടെ ഡ്രസ്സിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് 2 പേരും 2 ടീമിൽപ്പെട്ട ആളുകളാണെന്ന്. 2-മത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇവർ 2 പേരും മാത്രം വിചാരിച്ചാൽ അവരുടെ ടീമിനെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ടീം വർക്കാണ് ഏത് ഗെയിം എന്ന് പറഞ്ഞാൽ ആ ടീമിലുള്ള എല്ലാ ആളുകളും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ടീമിന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓരോ മെമ്പേഴ്സിനും എങ്ങനെയാണ് ഒരു ടീമിൻ്റെ വിജയം നേടാൻ കഴിയുക? അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുക. അതിലൂടെ അവർക്ക് ടീമിനെ വിജയിപ്പിക്കാൻ കഴിയും. ഒരു നല്ല സ്പോർട്സ് പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ പല മത്സരങ്ങളിലും ആളുകൾ തമ്മിൽ വഴക്ക് കൂടാൻ പാടുണ്ടോ? അതില്ല. നല്ല ഒരു വിജയി ആരാണോ വിജയിയെ അഭിനന്ദിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സ് സ്പോർട്സ് പേഴ്സണ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ്. അപ്പോൾ ഇവർ 2 പേരും ഒരു ടീമിൽപ്പെട്ട ആളുകളാണോ? അല്ല. നോ, ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് ടീംസ്. അവർ 2 ടീമിൽപ്പെട്ട ആളുകളാണ്. ദീസ് പ്ലെയേഴ്സ് എലോൺ കനോട്ട് ബ്രിങ് സക്സസ് ടു ദെയർ ടീംസ്. ഓൾ മെമ്പേഴ്സ് ഷുഡ് വർക്ക് വിത്ത് ടീം സ്പിരിറ്റ്. ഈ 2 ആളുകൾ മാത്രമല്ല, ആ ടീമിലുള്ള എല്ലാ ആളുകളും ഒരു ടീം സ്പിരിറ്റോട് കൂടി കളിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് 2-മത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 3-മത്തെ ചോദ്യം, എങ്ങനെയാണ് ഓരോ മെമ്പേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. ഈച്ച് മെമ്പർ ഇൻ ദ ടീം ഹാസ് ടു പെർഫോം ഹിസ് റോൾ വെൽ. ഓരോ വ്യക്തിയും അയാൾ ചെയ്യേണ്ട കാര്യം, ജോലി കൃത്യമായിട്ട് ചെയ്യുക.
ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരം എടുക്കുകയാണെങ്കിൽ അതിൽ ബാറ്റ് ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുക, ബൗളേഴ്സ് അവരുടെ ജോലി നന്നായിട്ട് ബൗൾ ചെയ്യുക. ഒരു ഫുട്ബോൾ മത്സരമാണെങ്കിൽ ഫോർവേഡ് കളിക്കുന്നവർ നന്നായിട്ട് ഫോർവേഡ് കളിക്കുക, ബാക്ക്വേഡ് കളിക്കുന്നവർ അത് കളിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്, ഓരോ റോളുണ്ട്, ആ റോള് കൃത്യമായിട്ട് ചെയ്യുക. അടുത്തത്, എ ഗുഡ് സ്പോർട്സ് പേഴ്സൺ ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്, സിൻസിയർ, കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻഡ്. അല്ലേ? നല്ലൊരു സ്പോർട്സ് പേഴ്സൺ എന്തൊക്കെയായിരിക്കണം? ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നല്ലവണ്ണം പരിശ്രമിക്കാൻ, എല്ലാ ദിവസവും റെഗുലറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, പരിശീലനം നടത്താൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, ആത്മാർത്ഥതയുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ കോഴ മേടിക്കുന്ന ആളായി പോകരുത്. ആ ടീമിനോട് നല്ല ആത്മാർത്ഥത ഉണ്ടാവണം. അതുപോലെ കോൺഫിഡൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, നല്ല അച്ചടക്കവും മറ്റുള്ളവരെ വിജയിച്ച ആളുകളെ അഭിനന്ദിക്കാനും അവരുടെ കഴിവുകളെ അംഗീകരിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സും ഒരു സ്പോർട്സ് പേഴ്സണ് ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്പോർട്സ്മാൻ ആകാൻ കഴിയുകയുള്ളൂ, ടീമിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് വിജയിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ കഴിവിനനുസരിച്ച് നമ്മുടെ സ്വപ്നം എന്താണോ അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്